നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പരവൂർ മുൻസിഫ് കോടതിയിലെ 1ാം ഗ്രേഡ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് അനീഷയുടെ മരണം അതുതന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും പ്രധാന വാർത്താ മാധ്യമങ്ങളിലും ചർച്ചയാകുന്നത്. അനീഷ്യ ജീവനൊടുക്കിയ സംഭവത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ടി.എ. ഷാജി അന്വേഷണം ഉത്തരവിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ അന്വേഷണം നിർണായകമാകും. എറണാകുളം ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ കെ. ശിവയ്ക്കാണ് അന്വേഷണ ചുമതല. അതിനിടെ DGP തന്നെ നേരിട്ട് അന്വേഷിക്കണമെന്ന ആവശ്യവുമായി കൊല്ലത്തെ അഭിഭാഷകർ രംഗത്തെത്തിയിട്ടുമുണ്ട്. വിഷയം ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനാണ് DGPയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട മറ്റ് മുൻവിധികളില്ലാതെ ഡെപ്യൂട്ടി ഡയറക്ടർ അന്വേഷണം നടത്താനാണ് DGPയുടെ നിർദ്ദേശം. പ്രോസിക്യൂഷൻ ഡയറക്ടർ അന്വേഷണത്തിന് ആവശ്യമായ സഹായം നൽകണം. മാധ്യമ വാർത്തകളും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് തെളിവുകളും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറണമെന്നും DGP നിർദ്ദേശിച്ചു. കുറ്റാരോപിതരുടെ മൊഴി പോലും പോലീസിന് എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതും വിവാദമായിട്ടുണ്ട്. മാവേലിക്കര സെഷൻസ് കോടതി ജഡ്ജി KN അജിത് കുമാറിന്റെ ഭാര്യയായ അനീഷയെ ഞായറാഴ്ച രാവിലെയാണ് പരവൂർ നെടുങ്ങോലം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷന് സമീപത്തെ വീട്ടിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉന്നത ഉദ്യോഗസ്ഥർ, സഹപ്രവർത്തകർ എന്നിവരിൽ ചിലരിൽ നിന്നും കടുത്ത മാനസിക സമ്മർദ്ദം അനീഷ നേരിട്ടിരുന്നു എന്ന സൂചന നൽകുന്ന ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് അന്വേഷണം നടത്താൻ തീരുമാനിച്ചത്. പോലീസിന് ആത്മഹത്യക്ക് കാരണക്കാരായവരെ അറസ്റ്റ് ചെയ്യാം. അതിനുള്ള തെളിവും പൊതുസമൂഹത്തിലുണ്ട്. എന്നാൽ പ്രതികളെ വെറുതെ വിടുകയാണ് പോലീസ്. അതിനിടെയാണ് DGPയുടെ അന്വേഷണവും. അവധിയെടുക്കാതെ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ വിവരാവകാശ നിയമപ്രകാരം കൊല്ലത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ഓഫീസിൽ അപേക്ഷ ലഭിച്ചിരുന്നു. ഇതിന് പിന്നിൽ അനീഷയാണ് എന്ന് ചിലർ സംശയിച്ചു. വിവരാവകാശം പിൻവലിക്കണം, ഞങ്ങളുടെ പാർട്ടിയാണ് ഭരിക്കുന്നത് എന്ന് ചിലർ ഭീഷണിപ്പെടുത്തുകയും മരിക്കുന്നതിന് തലേ ദിവസം APPമാരുടെ യോഗത്തിൽ അനീഷയുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പരസ്യപ്പെടുത്തിയതും അവരെ മാനസികമായി തളർത്തിയെന്നാണ് ആരോപണം. ഭീഷണിയും രേഖ പരസ്യപ്പെടുത്തലും ഗുരുതര കുറ്റമാണ്. കോടതിയിൽ കേസില്ലാത്ത ദിവസം അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ഓഫീസിലെത്തി കേസുകൾ പഠിക്കുകയും ഓഫീസ് ജോലികൾ ചെയ്യുകയും വേണമെന്നാണ് ചട്ടം. ഓഫീസിലെത്താതെ അടുത്ത ദിവസം എത്തി ചിലർ ഒപ്പിടുന്നത് അനീഷ ചോദ്യം ചെയ്തിരുന്നു. അതിന്റെ വൈരാഗ്യത്തിൽ ചിലർ മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്നും ആരോപണമുണ്ട്. അതിനിടെ അനീഷയുടെ മരണം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നേരിട്ട് അന്വേഷിക്കണമെന്നാണ് ബാർ അസോസിയേഷന്റെ ആവശ്യം. പ്രതിഷേധ സൂചകമായി ബുധനാഴ്ച ഇന്ന് ജില്ലയിലെ കോടതി നടപടികൾ ബഹിഷ്കരിക്കാനും അഭിഭാഷകർ തീരുമാനിച്ചിട്ടുണ്ട്. ചില മേലുദ്യോഗസ്ഥന്മാരും സഹപ്രവർത്തകരും മാനസികമായി പീഡിപ്പിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തതായി വ്യക്തമാകുന്ന അനീഷയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു. ഇത്തരത്തിലുള്ള 5 ശബ്ദ സന്ദേശങ്ങളാണ് പുറത്തായത്. അനീഷയോടൊപ്പം ജോലി ചെയ്യുന്ന മറ്റൊരു അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മറ്റൊരു അഭിഭാഷകൻ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിരുന്നു. എന്നാൽ ഇതിന് പിന്നിൽ അനീഷയാണ് എന്ന് ആരോപിച്ചാണ് സുപ്രധാന ചുമതല വഹിക്കുന്ന ഒരു അഭിഭാഷകൻ അനീഷയെ ഭീഷണിപ്പെടുത്തിയത്. എന്തായാലും ഇതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തീർച്ചയായും അറസ്റ്റ് ചെയ്യണമെന്നടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അഭിഭാഷകർ ഒന്നടങ്കം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഹൈക്കോടതിയിലെ കാര്യങ്ങൾ പോകുമോ, ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇടപെടുമോ തുടങ്ങിയ കാര്യങ്ങളും കണ്ടറിയേണ്ടതുണ്ട്. കാരണം ഇതിനു മുൻപും അഭിഭാഷകൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ അഭിഭാഷകരെ മോശമായി പെരുമാറിയ പോലീസുകാരെ കണക്കിന് വിമർശിക്കുന്ന ഒരു കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഹൈക്കോടതി നേരിട്ട് ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു നേരിട്ട് കേസെടുക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ ഒരു കേസ് അത്തരത്തിലേക്ക് പോകുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്.